ഹായ് മക്കളെ, SCRT 9th സ്റ്റാൻഡേർഡ് ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ആദ്യത്തെ പാർട്ടുകളിൽ നമ്മൾ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ വരെയാണ് പറഞ്ഞു നിർത്തിയത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആപ്ലിക്കേഷൻസ് ഓഫ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. അതോടൊപ്പം തന്നെ ഈ ചാപ്റ്ററുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ലെറ്റസ് എസസ് കൂടിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് പോവാം. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ് ഓപ്റ്റിക്കൽ ഫൈബർ കേബിൾസ്. അതിനെ പറ്റിയിട്ട് കൂടുതൽ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ ഈ കാണുന്നത് ഒരു ഡെക്കറേറ്റീവ് ലാമ്പാണ്. ഡെക്കറേറ്റീവ് ലാമ്പിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ ലൈറ്റ് റേസ് അതിന്റെ ടിപ്പിലൂടെ മാത്രമാണ് പുറത്തേക്ക് വരുന്നത്. ഇതെങ്ങനെയാണെന്ന് നോക്കാം. ഡെക്കറേറ്റീവ് ലാമ്പുകളിൽ ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഒപ്റ്റിക്കൽ ഫൈബറിന്റെ ഒരു എൻഡ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ലൈറ്റ് സോഴ്സുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ലൈറ്റ് ഈ ഒപ്റ്റിക്കൽ ഫൈബറിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് അവിടെ ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ കൂടുതലായിട്ടുള്ള ഒരു ആംഗിളിലായിരിക്കും ലൈറ്റ് എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കും? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആയിരിക്കും നടക്കുന്നത്. അങ്ങനെ ലൈറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടന്നതിന് ശേഷം ഈ ഒപ്റ്റിക്കൽ ഫൈബറിന്റെ മറ്റേ ടിപ്പിലൂടെ പുറത്തേക്ക് വരുന്നു. അതിലൂടെ മാത്രം പുറത്തേക്ക് വരുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ലൈറ്റിനെ പാസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് യൂസ് ചെയ്യുന്നത്. ഇനി ഇവിടെ മാത്രമല്ല, കമ്മ്യൂണിക്കേഷൻ ഫീൽഡിലും ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് നോക്കാം. കമ്മ്യൂണിക്കേഷൻ ഫീൽഡിലും ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. കമ്മ്യൂണിക്കേഷൻ സിഗ്നൽസ് അഥവാ ഒപ്റ്റിക്കൽ സിഗ്നൽസിനെ സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒപ്റ്റിക്കൽ ഫൈബറുകൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ സിഗ്നലുകൾ സെൻഡ് ചെയ്യുന്നത് ലൈറ്റ് ഫോമിലാണ് സെൻഡ് ചെയ്യുന്നത്. അനേകായിരം സിഗ്നലുകളെ ഒരേ സമയം അതിന്റെ ഇന്റൻസിറ്റിയിൽ ഒട്ടും മാറ്റം വരാതെ തന്നെ നമുക്ക് ഈ ഒപ്റ്റിക്കൽ ഫൈബറിലൂടെ സെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതും ലൈറ്റിന്റെ സ്പീഡിലാണ് നമ്മൾ ഈ സിഗ്നലുകളെ സെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിക്കേഷൻ ഫീൽഡിൽ ഒപ്റ്റിക്കൽ ഫൈബറിന്റെ ആപ്ലിക്കേഷൻ വളരെ വലുതാണ്. സൈക്കിളുകളിലും മറ്റും യൂസ് ചെയ്യുന്ന റിഫ്ലക്ടേഴ്സ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. രാത്രികാലങ്ങളിൽ തിളങ്ങുന്ന റിഫ്ലക്ടേഴ്സ് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടും ഉണ്ടാവും ഇല്ലേ? എന്താണ് റിഫ്ലക്ടേഴ്സിൽ നടക്കുന്നത്? റിഫ്ലക്ടേഴ്സിലും ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ തന്നെയാണ് നടക്കുന്നത്. ഇവിടെ നോക്കിയേ മക്കളെ, നിങ്ങൾക്ക് ഒരു പിക്ചർ കാണാം. റിഫ്ലക്ടറുകളിൽ പ്രിസം യൂസ് ചെയ്യുന്നു. ആ പ്രിസത്തിന്റെ പടമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. മക്കളെ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ലൈറ്റ് പ്രിസത്തിലേക്ക് എൻറ്റർ ചെയ്യുന്ന സമയത്ത് ലൈറ്റ് പ്രിസത്തിൽ ഇൻസിഡന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? നോർമൽ ആയിട്ടാണ്, അഥവാ ലംബമായിട്ടാണ്. അതായത് അവിടെ എന്താണ്? റിഫ്രാക്ഷൻ സംഭവിക്കുന്നില്ല. പക്ഷേ പ്രിസത്തിന്റെ ഉള്ളിലേക്ക് എൻറ്റർ ചെയ്ത് കഴിഞ്ഞ് ആ എ എന്ന് പറയുന്ന ആ ഒരു പോയിന്റ് നോക്കിയ മക്കളെ, ഈ എ എന്ന് പറയുന്ന ഒരു പോയിന്റിൽ എന്താണ്? അവിടെ 45 ഡിഗ്രി ആംഗിൾ ആണ് ഫോം ചെയ്യുന്നത്. എന്താണ് 45 ഡിഗ്രി ആംഗിളിന്റെ പ്രത്യേകത? ഗ്ലാസിന്റെ കേസിൽ അതിന്റെ ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്നത് 42 ഡിഗ്രി ആണ്. ഇവിടെ 45 ഡിഗ്രി ആണ്. അതായത് ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ ആണ് ഇല്ലേ? അപ്പോൾ ക്രിട്ടിക്കൽ ആംഗിളിൽ കൂടുതൽ വരുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ സംഭവിക്കും. എ എന്ന് പറയുന്ന ആ ഒരു പോയിന്റിൽ മാത്രമാണോ സംഭവിക്കുന്നത്? അല്ല, ബി എന്ന് പറയുന്ന ആ ഒരു പോയിന്റിലും ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കുന്നുണ്ട്. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടന്നതിന് ശേഷമാണ് ലൈറ്റ് പുറത്തേക്ക് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ റിഫ്ലക്ടേഴ്സിന്റെ വിസിബിലിറ്റിയും കൂടുതലാണ്, ബ്രൈറ്റ്നെസ്സും കൂടുതലായിരിക്കും. അപ്പൊ മക്കളെ, അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് പെരിസ്കോപ്പ് ആണ്. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ് പെരിസ്കോപ്പ്. മിറേഴ്സ് യൂസ് ചെയ്തുകൊണ്ടുള്ള പെരിസ്കോപ്പുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കും. ഇനി പ്രിസം യൂസ് ചെയ്തുകൊണ്ടും പെരിസ്കോപ്പുകൾ ഉണ്ടാക്കാം. ഇങ്ങനെ പ്രിസം യൂസ് ചെയ്ത് പെരിസ്കോപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് അതിന്റെ വിഷ്വൽ ക്ലാരിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. ഇവിടെ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണ് നടക്കുന്നത്. ഓക്കെ മക്കളെ, ഇനി അടുത്തത് ടെക്സ്റ്റ് ബുക്കിൽ ഒരു ക്വസ്റ്റ്യൻ ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ആദ്യം പഠിച്ചിട്ടുള്ള റിഫ്ലക്ഷൻ എന്ന് പറയുന്ന കേസില്ലേ, അതും ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷനും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ്. കുറച്ച് സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുണ്ട്. ഇതിനെ ടാബുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് റിഫ്ലക്ഷന്റെ റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഏതാണ്, പ്ലെയിൻ മിററിലെ റിഫ്ലക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഏതാണ്, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷന് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഏതാണെന്നാണ് നോക്കേണ്ടത്. ഒരെണ്ണം അവർ തന്നെ അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എന്താണ് കൊടുത്തിരിക്കുന്നത്? പ്ലെയിൻ മിററിലുള്ള റിഫ്ലക്ഷനിൽ വരുന്ന ഒരു പോയിന്റ് ആണ്, ദ റേ ഓഫ് ലൈറ്റ് ഇസ് നോട്ട് കംപ്ലീറ്റ്ലി റിഫ്ലക്റ്റഡ്. ലൈറ്റ് റേ കംപ്ലീറ്റ്ലി റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല അല്ലേ? അപ്പൊ അത് വരുന്നത് എവിടെയാണ്? പ്ലെയിൻ മിററിലെ റിഫ്ലക്ഷന്റെ കേസിലാണ് വരുന്നത്. അപ്പൊ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷനിൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? റേ ഓഫ് ലൈറ്റ് ഈസ് കംപ്ലീറ്റ്ലി റിഫ്ലക്റ്റഡ്. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണെങ്കിൽ അവിടെ ലൈറ്റ് റേ കംപ്ലീറ്റ് ആയിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ വരുന്ന ഫസ്റ്റ് പോയിന്റ്. നാലാമത്തെ പോയിന്റ്, അടുത്തത് ഈ ആംഗിളിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ, ആംഗിൾ ഓഫ് ഇൻസിഡൻസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തത് നോക്കി, occurs only when a light ray enters from an optically denser to rarer medium. optically denser മീഡിയത്തിൽ നിന്ന് rarer മീഡിയത്തിലേക്ക് ലൈറ്റ് എൻറ്റർ ചെയ്യുമ്പോൾ മാത്രം നടക്കുന്നു. അടുത്തത്
എന്താണ്? അറ്റ് ആൻ ആംഗിൾ ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ. ക്രിട്ടിക്കൽ ആംഗിളിൽ കൂടുതൽ വരുമ്പോൾ മാത്രമാണ് ഇത് സംഭവിക്കുന്നത്. ഓക്കെ, എപ്പോഴാണ് ക്രിട്ടിക്കൽ ആംഗിളിൽ കൂടുതൽ വരുമ്പോൾ ലൈറ്റ് റേ ഡെൻസർ മീഡിയത്തിൽ നിന്ന് റയറർ മീഡിയത്തിലേക്ക് പോകുമ്പോൾ സംഭവിക്കുന്നത്? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണ് ഇല്ലേ? അപ്പൊ ആ പോയിന്റ് എവിടെ വരുന്നതാ? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷനിൽ വരുന്നതാണ്. അപ്പൊ ഫസ്റ്റ് പോയിന്റ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷനിൽ വരുന്നതാണ്. ഓക്കെ, അപ്പൊ ഇനി അടുത്തൊരു പോയിന്റ് ഏതാണ്? മൂന്നാമത്തെ പോയിന്റ് ആണ്. മൂന്നാമത്തെ പോയിന്റ് നോക്കി, റിഫ്ലക്ഷൻ occurs on a surface at any angle of incidence. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഏതാണെങ്കിലും റിഫ്ലക്ഷൻ സംഭവിക്കുന്നു ഇല്ലേ? അതേതാണ്? പ്ലെയിൻ മിററിന്റെ കേസിലാണ്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഏതായാലും പ്രശ്നമില്ല, അവിടെ റിഫ്ലക്ഷൻ ഒക്കർ ചെയ്യും. ഓക്കെ, അത് പ്ലെയിൻ മിററിൽ വരുന്നതാണ്. അപ്പോൾ മൂന്നാമത്തെ പോയിന്റ് വരുന്നത് പ്ലെയിൻ മിററിന്റെ കേസിലുള്ള റിഫ്ലക്ഷൻ ആണ്. അപ്പോൾ ഇത് ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ മക്കളെ, ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഈ ചാപ്റ്ററിന്റെ കംപ്ലീറ്റ് പോർഷൻസ് നമ്മൾ കവർ ചെയ്തു. ഇനി ലെറ്റസ് എസസ് നമുക്ക് ചെയ്തു നോക്കാം. ഇവിടെ ലെറ്റസ് എസസിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നിങ്ങൾ ആ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ലെറ്റസ് എസസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ ആൻസേഴ്സ് നല്ല രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ചാപ്റ്റർ നിങ്ങൾക്ക് ഓക്കെ ആണെന്നാണ് അതിന്റെ അർത്ഥം. അതുപോലെ തന്നെ എക്സാംസിന് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഷൈൻ ചെയ്യാൻ പറ്റും ഈ ലെറ്റസ് എസസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ. അപ്പൊ നമുക്ക് ഇനി അതൊന്ന് ചെയ്തു നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് മിസ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. എന്താണ്? മീഡിയത്തിൽ, ഡിഫറെന്റ് മീഡിയത്തിലുള്ള എ എന്ന് പറയുന്ന ഒരു മീഡിയവും ബി എന്ന് പറയുന്ന രണ്ട് മീഡിയങ്ങളുണ്ട്. എ എന്ന് പറയുന്ന മീഡിയത്തിൽ നിന്ന് ബിയിലേക്ക് ലൈറ്റ് റേ പോകുന്ന പാത്താണ് അവിടെ കാണിച്ചിരിക്കുന്നത്. അവിടെ റിഫ്രാക്ഷൻ സംഭവിക്കുന്നുണ്ട്. ആ പിക്ചറിൽ നിന്ന് നിങ്ങൾക്ക് ക്ലിയർ ആണ്. ഇവിടെ രണ്ട് ക്വസ്റ്റ്യൻസ് അവിടെ ചോദിച്ചിട്ടുണ്ട്. എന്താ ചോദിച്ചിരിക്കുന്നത്? ഏത് മീഡിയത്തിനാണ് സ്പീഡ് കുറവ്, ലൈറ്റിന്റെ സ്പീഡ് കുറവ്? എ എന്ന് പറയുന്ന മീഡിയത്തിനാണോ ബി എന്ന് പറയുന്ന മീഡിയത്തിനാണോ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഒപ്റ്റിക്കലി ടെൻസർ മീഡിയം ഏതാണ്? ഇവിടുത്തെ ഒപ്റ്റിക്കലി ടെൻസർ മീഡിയം ഏതാണ്? അതിന്റെ ആൻസർ നിങ്ങളൊന്ന് ജസ്റ്റിഫൈ ചെയ്യണം. ചെയ്തു നോക്കിയാലോ? ഇവിടെ റിഫ്രാക്ഷൻ ആണ് സംഭവിക്കുന്നത്, നിങ്ങൾക്ക് ക്ലിയർ ആണ്. അപ്പൊ ഞാൻ ഇവിടെ നോക്കി, ലൈറ്റ് റേ എ എന്ന് പറയുന്ന മീഡിയത്തിൽ നിന്ന് ദേ ഇന്റർഫേസിൽ ചെന്ന് ടച്ച് ചെയ്തു, റിഫ്രാക്ഷൻ സംഭവിച്ചു, ലൈറ്റ് റേ ബി എന്ന് പറയുന്ന മീഡിയത്തിലേക്ക് പോയി അല്ലേ? ഇവിടെ ഒരു സാധനം മിസ്സിംഗ് ആ. എന്താ മിസ്സിങ്? നോർമൽ മിസ്സിംഗ് ആണ്. അപ്പൊ നമുക്ക് നോർമൽ ഒന്ന് വരച്ചാലോ? ഓക്കെ, റൈറ്റ്. അപ്പൊ നോർമൽ ആണ് മിസ് ഇവിടെ വരയ്ക്കുന്നത്. ദേ ഇങ്ങനെ ഒരു നോർമൽ ഞാൻ വരച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ അവിടെ എല്ലാമായി. ഇനി ഐ ഒന്ന് നമുക്ക് മാർക്ക് ചെയ്യാം. ഇതാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഐ. ആറോ? ഇതാണ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആർ അല്ലേ? അപ്പൊ ഇത്രയും കാര്യം നിങ്ങൾക്ക് ഓക്കെ ആണല്ലോ? ഓക്കെ, റൈറ്റ്. ഇനി മക്കൾ ഇവിടെ നോക്കിയേ, ഐ എന്ന് പറയുന്ന ആംഗിള് ആറിനേക്കാളും വലുതാണ്. നോക്കിയേ, ഇവിടെ ഐ എന്ന് പറയുന്ന ആംഗിൾ ആണ് ഗ്രേറ്റർ ദാൻ ആർ. ആർ എന്ന് പറയുന്ന ആംഗിൾ ചെറുതാണ്, ഐ എന്ന് പറയുന്ന ആംഗിൾ കൂടുതലാണ്. ഓക്കെ, ആറ് ചെറുതാണ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈറ്റ് റേ, റിഫ്രാക്റ്റഡ് റേ നോർമലിന്റെ അടുത്തേക്ക് ബെൻഡ് ചെയ്യുമ്പോഴാണ്, ഇറ്റ് ബെൻഡ് ടുവേഴ്സ് നോർമൽ, നോർമലിന്റെ അടുത്തേക്ക് ബെൻഡ് ചെയ്യുമ്പോഴാണ് ഈ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ചെറുതാവുന്നത്. എപ്പോഴാണ് ലൈറ്റ് റേ ആംഗിളിന്റെ അടുത്ത് നോർമലിന്റെ അടുത്തേക്ക് ബെൻഡ് ചെയ്യുന്നത്? അതെ, റയറർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലേക്ക് ലൈറ്റ് റേ പോകുമ്പോഴാണ് റിഫ്രാക്റ്റഡ് റേ നോർമൽ അടുത്തേക്ക് ബെൻഡ് ചെയ്യുന്നത്, ലംബത്തിലേക്ക് അടുക്കുന്നത്. പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ നിന്ന് പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിലേക്ക് പോകുന്നു അല്ലേ? ഓക്കെ, റൈറ്റ്. അപ്പോ നമുക്ക് മനസ്സിലായി, എ എന്ന് പറയുന്നത് ഒരു റയറർ മീഡിയം ആണ്, ബി എന്ന് പറയുന്നത് ഒരു ഡെൻസർ മീഡിയം ആണ് അല്ലേ? എ ഒരു റയറർ മീഡിയവും ബി എന്ന് പറയുന്ന ഒരു ഡെൻസർ മീഡിയവുമാണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, റൈറ്റ്. ഇനി അപ്പൊ നമുക്ക് നോക്കാം. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ ആണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. വിച്ച് വിൽ ബി ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയം? തന്നിരിക്കുന്നതിൽ ഏതാണ് ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയം? ബി എന്ന് പറയുന്ന മീഡിയം ആണ് ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയം. കാരണം നമ്മളിപ്പോൾ പറഞ്ഞു എന്താണ്, ലൈറ്റ് റേ നോർമലിന്റെ അടുത്തേക്ക് ബെൻഡ് ചെയ്യുക ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് മനസ്സിലായി ബീനാണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലെന്ന് മനസ്സിലായി. ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. ഇൻ വിച്ച് മീഡിയം ഇസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ബി ലെസ്? ലൈറ്റിന്റെ സ്പീഡ് കുറവ് ഏതിലാണ്? എയിലാണോ ബിയിലാണോ? ഏതിലായിരിക്കും ലൈറ്റിന്റെ സ്പീഡ് കുറവ്? അതെ, മീഡിയം ബിയിലാണ് ലൈറ്റിന്റെ സ്പീഡ് കുറവായിരിക്കുക. കാരണം അവിടെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലാണ്, അതുകൊണ്ട് തന്നെ ലൈറ്റിന്റെ സ്പീഡ് കുറവ് ആയിരിക്കും. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താ കൊടുത്തിരിക്കുന്നത്? Complete the diagram, mark the angle of incidence and angle of refraction. Angle of incidence ഉം angle of refraction മാർക്ക് ചെയ്യണം ഡയഗ്രം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം. ഇവിടെ നോക്കിയേ മക്കളെ, ലൈറ്റ് വാട്ടറിൽ നിന്നും ഗ്ലാസ്സിലേക്കാണ് വരുന്നത് അല്ലേ? വാട്ടറിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് ലൈറ്റ് വരുന്നു. അപ്പൊ അവിടെ എന്ത് സംഭവിക്കും?
വാട്ടർ എന്ന് പറയുന്ന ഒരു മീഡിയത്തിൽ നിന്നും ഗ്ലാസ് എന്ന് പറയുന്ന മീഡിയത്തിലേക്ക് ലൈറ്റ് വരുന്ന സമയത്ത് അവിടെ റിഫ്രാക്ഷൻ സംഭവിക്കും ഇല്ലേ? മീഡിയങ്ങൾ മാറി, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി മാറി, അപ്പൊ അവിടെ എന്ത് സംഭവിക്കും? റിഫ്രാക്ഷൻ സംഭവിക്കും. ഓക്കെ, അപ്പൊ എങ്ങനെയാ റിഫ്രാക്ഷൻ സംഭവിക്കുന്നത്? വെറുതെ നമുക്ക് ഇത് എടുത്തിട്ട് റിഫ്രാക്ഷൻ സംഭവിക്കുമെന്ന് പറഞ്ഞ് വളച്ചങ്ങ് വരയ്ക്കാൻ പറ്റുമോ? ഇല്ല. അവിടെ ആദ്യം തന്നെ നമ്മൾ മീഡിയങ്ങൾ ഏതാണ് ഡെൻസർ മീഡിയം, ഏതാണ് റെയറർ മീഡിയം എന്നൊക്കെ നോക്കണം. മക്കളെ, വാട്ടർ, ഗ്ലാസ് രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ആർക്കാണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതൽ, ആർക്കാണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവ്? പറഞ്ഞേ. വാട്ടറിന് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവാണ്. അതായത് വാട്ടർ ഒരു റെയറർ മീഡിയം ആണ് വെൻ കമ്പയർഡ് വിത്ത് ഗ്ലാസ് കേട്ടോ. ഓക്കെ, ഗ്ലാസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അപ്പൊ ഗ്ലാസിന് എന്താണ്? ഓട്ടോമാറ്റിക്കലി ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലാണ്. അപ്പൊ അതിനെ നമുക്ക് ഡെൻസർ മീഡിയം എന്ന് വിളിക്കാം. ക്ലിയർ അല്ലേ? വാട്ടർ റെയറർ മീഡിയം, ഗ്ലാസ് ഡെൻസർ മീഡിയം. അപ്പോൾ ഇവിടെ മക്കളെ നോക്കി, ഇനി ഞാൻ അടുത്തത് മാർക്ക് ചെയ്യാൻ പോകുന്നത് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ മാർക്ക് ചെയ്യാൻ പോവാണ്. സോറി, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് മാർക്ക് ചെയ്യാൻ പോവാണ്. നോർമല് ഇൻസിഡന്റ് റേക്കും ഇടയിലുള്ള ഐയും നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു ഇല്ലേ? ഇനി റിഫ്രാക്റ്റഡ് റേ വരയ്ക്കാം. ലൈറ്റ് റേ റെയറർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലേക്കാണ് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കും? ലൈറ്റ് റേ ബെൻഡ് ടുവേഴ്സ് ദ നോർമൽ, ലംബത്തിലേക്ക് അടുക്കും. അതായത് റിഫ്രാക്റ്റർ റേ നമ്മൾ വരയ്ക്കുന്ന സമയത്ത് നോർമലിലേക്ക് അടുക്കുന്ന രീതിയിലാണ് റിഫ്രാക്റ്റർ റേ വരയ്ക്കേണ്ടത്. ഏകദേശം ഇങ്ങനെ. ഓക്കെ ഇല്ലേ? അതായത് ഐനേക്കാളും ചെറിയൊരു ആംഗിള് ആർ ഇവിടെ ഫോം ചെയ്യുന്നുണ്ട്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇങ്ങനെ ഒരു പിക്ചറാണ് നമുക്ക് അവിടെ കിട്ടുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ആ ഡയഗ്രം കംപ്ലീറ്റ് ആക്കി. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചിലപ്പോൾ എക്സാംസിന് ചോദിക്കാനും സാധ്യത ഉണ്ട് കേട്ടോ. അപ്പൊ അത് ഓക്കെ ആയി. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്താ അവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? ലൈറ്റ് പാസസ് ഫ്രം മീഡിയം എക്സ് ടു വൈ. എക്സ് എന്ന് പറയുന്ന ഒരു മീഡിയത്തിൽ നിന്ന് വൈ എന്ന് പറയുന്ന ഒരു മീഡിയത്തിലേക്കാണ് ലൈറ്റ് റേ പോകുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് വരച്ചു നോക്കാം. എക്സ്, വൈ എന്ന് പറയുന്ന രണ്ട് മീഡിയങ്ങളുണ്ട് ഇല്ലേ? അപ്പോൾ എക്സ് എന്ന് പറയുന്ന മീഡിയത്തിൽ നിന്നാണ് ലൈറ്റ് പോകുന്നത്, വൈ എന്ന് പറയുന്ന മീഡിയത്തിലേക്കാണ് പോകുന്നത്. ലൈറ്റ് റേ പൊക്കോട്ടെ ഇല്ലേ? അപ്പോൾ ഇവിടെ പോകുന്ന സമയത്ത് എന്തായാലും നമ്മൾ നോർമൽ വരയ്ക്കാൻ മറന്നു പോകരുത്. നോർമൽ നമ്മൾ ആദ്യമേ വരച്ചു വയ്ക്കാം. ഇവിടെ ഒരു കാര്യം കൂടി അവിടെ പറഞ്ഞിട്ടുണ്ട്. ഹിയർ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഇസ് ഗ്രേറ്റർ ദാൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അല്ലേ? ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസിനേക്കാളും കൂടുതലാണ്. അതായത് ഇതാണ് ഐ എന്ന് പറയുന്ന ആംഗിൾ. ഇനി ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത് ഐനേക്കാളും വലുതാണ്. ഐനേക്കാളും വലുതെന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ വലിയ ആംഗിൾ നമ്മൾ വരച്ചു വരുമ്പോൾ ഇങ്ങനെ വരും. ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ വലുതാണ് ഇല്ലേ? ഇച്ചിരി ഇങ്ങനെ ഏകദേശം ഇങ്ങനെയൊക്കെ പോകുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഇൻ വിച്ച് മീഡിയം ഇസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് മോർ? ഏത് മീഡിയത്തിലായിരിക്കും ലൈറ്റിന്റെ സ്പീഡ് കൂടുതൽ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വിച്ച് മീഡിയം ഓഫ് ലാർജർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിയ മീഡിയം ഏതാണ്? രണ്ട് ക്വസ്റ്റ്യനുകൾ അവിടെ ചോദിച്ചിട്ടുണ്ട്. മക്കളെ, ഇവിടെ ആദ്യം തന്നെ നമുക്ക് മനസ്സിലായി ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ കൂടുതലാണ്. അതായത് ലൈറ്റ് റേ നോർമലിൽ നിന്ന് അകന്നു പോകുകയാണ്, ലംബത്തിൽ നിന്ന് അകന്നു പോകുകയാണ്. എപ്പോഴാണ് അങ്ങനെ സംഭവിക്കുന്നത്? ലൈറ്റ് റേ ഡെൻസർ മീഡിയത്തിൽ നിന്നും റെയറർ മീഡിയത്തിലേക്ക് വരുമ്പോൾ ഇല്ലേ? ഡെൻസർ മീഡിയത്തിൽ നിന്നും റെയറർ മീഡിയത്തിലേക്ക്, പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിലേക്ക് വരുന്ന സമയത്ത്. ഓക്കെ, അപ്പോൾ വൈ എന്ന് പറയുന്നത് ഒരു റെയറർ മീഡിയവും എക്സ് എന്ന് പറയുന്നത് ഒരു ഡെൻസർ മീഡിയവുമാണ്. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ അത് ഓക്കെയാണ്. അപ്പൊ മക്കളെ നോക്കിയൊന്ന് ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാം. വിച്ച് ഈസ് ദ മീഡിയം ഹാവിങ് സ്പീഡ് ഓഫ് ലൈറ്റ് മോർ? ലൈറ്റിന്റെ സ്പീഡ് കൂടുതൽ എവിടെയായിരിക്കും ലൈറ്റിന്റെ സ്പീഡ് കൂടുതൽ? വൈ എന്ന് പറയുന്ന മീഡിയത്തിലായിരിക്കും ലൈറ്റിന്റെ സ്പീഡ് കൂടുതൽ അല്ലേ? കാരണം എന്താ? വൈ ഒരു റെയർ മീഡിയ ആണ്, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറഞ്ഞ മീഡിയ ആണ്. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറയുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അവിടെ എന്ത് കൂടും? അവിടെ ലൈറ്റിന്റെ സ്പീഡ് കൂടുതലായിരിക്കും. ഓക്കെ, അതവിടെ ഓർത്ത് വെക്കുക. അപ്പോൾ വൈയിലാണ് സ്പീഡ് കൂടുതൽ, ലൈറ്റിന്റെ സ്പീഡ് കൂടുതൽ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ അവിടെ ചോദിച്ചിരിക്കുന്നത് വിച്ച് ഈസ് ദ മീഡിയം ഓഫ് ലാർജർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആർക്കായിരിക്കും കൂടുതൽ? സ്പീഡ് കൂടുതൽ ആർക്കാണ്? വൈക്കാണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതൽ ആർക്കായിരിക്കും? സ്പീഡ് കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്
കുറവായിരിക്കും ഇല്ലേ? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവായിരിക്കും. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതൽ ആർക്കായിരിക്കും? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലുള്ള എക്സിനായിരിക്കും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതൽ ഉണ്ടാവുക. സോ എക്സിനാണ്, എക്സ് എന്ന് പറയുന്ന മീഡിയത്തിനാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതൽ വരുന്നത്. ആൻഡ് എന്താണ്, വൈ എന്ന് പറയുന്ന മീഡിയത്തിനാണ് ലൈറ്റിന്റെ സ്പീഡ് കൂടുതൽ വരുന്നത്. ഇത് ഓർത്ത് വയ്ക്കുക. ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, അതുപോലെ ലൈറ്റിന്റെ സ്പീഡ്, ഇവ മൂന്നും റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ ആ പാർട്ട് എടുത്ത് നോക്കുക. അത് നോക്കി കഴിഞ്ഞിട്ട് ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ മക്കളെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. ദേ അടുത്തൊരു ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? കുറച്ച് മീഡിയങ്ങളുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആ ടേബിളിൽ തന്നിട്ടുണ്ട്. ആരുടെയൊക്കെ തന്നിട്ടുണ്ട്? ക്രൗൺ ഗ്ലാസ്, ഗ്ലിസറിൻ, സൺഫ്ലവർ ഓയിൽ, വാട്ടർ, ഫ്ലിന്റ് ഗ്ലാസ്, ഇങ്ങനെ കുറച്ച് സാധനങ്ങളുടെ എന്താണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സുകളാണ് അവിടെ തന്നിരിക്കുന്നത്. എന്നിട്ട് നിങ്ങളോട് ഒരു 3 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഇൻ വിച്ച് മീഡിയം ഡസ് ലൈറ്റ് ട്രാവൽ വിത്ത് മാക്സിമം സ്പീഡ്? ലൈറ്റിന് ഏറ്റവും കൂടുതൽ സ്പീഡ് വരുന്നത് ഈ തന്നിരിക്കുന്ന ഏത് മീഡിയത്തിലാണ്? സ്പീഡിന്റെ കേസ് അവിടെ ആരും പറഞ്ഞിട്ടില്ല, പക്ഷെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സുകൾ തന്നിട്ടുണ്ട്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സുകൾ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്പീഡ് കണ്ടുപിടിക്കാമല്ലോ. സ്പീഡ് കണ്ടുപിടിക്കാനല്ല, സ്പീഡ് നമുക്ക് എന്ത് ചെയ്യാം, ഏതിലാണ് മാക്സിമം സ്പീഡ് വരുന്നതെന്ന് നമുക്ക് നോക്കാം അല്ലേ. നോക്കിയേ അവിടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഏറ്റവും കൂടിയ മീഡിയം ഇതിനകത്ത് ഏതാണ്? അതെ, ഫ്ലിന്റ് ഗ്ലാസ് ആണ്. ഫ്ലിന്റ് ഗ്ലാസ് അല്ലേ, ഫ്ലിന്റ് ഗ്ലാസ്സിനാണ് ഏറ്റവും കൂടുതൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.62 വരുന്നുണ്ട്. ഏറ്റവും കുറഞ്ഞത് ആർക്കാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്? ഏറ്റവും കുറവ് മക്കളെ നോക്കിയേ, വാട്ടറിനാണ് ഏറ്റവും കുറവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വരുന്നത്. ഓക്കെ, ഇനി റിഫ്രാക്റ്റീവ് ഇൻഡെക്സും ലൈറ്റിന്റെ സ്പീഡും തമ്മിലുള്ള റിലേഷൻ എന്താണ്? സ്പീഡ് ഓഫ് ലൈറ്റ് ത്രൂ ദ മീഡിയവും ആൻഡ് മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും എപ്പോഴും ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആയിരിക്കും അല്ലേ. അതായത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലാണെങ്കിൽ ലൈറ്റിന്റെ സ്പീഡ് അവിടെ കുറവായിരിക്കും. ഓക്കെ, അപ്പോ ഇവിടെ ഏറ്റവും കുറവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആർക്കാണ്? വാട്ടറിനാണ്. തന്നിരിക്കുന്നതിൽ ഏറ്റവും കുറവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വാട്ടറിനാണ്, 1.33 ആണ്. അപ്പോൾ വാട്ടറിലായിരിക്കും ലൈറ്റിന് ഏറ്റവും കൂടുതൽ, അതായത് മാക്സിമം സ്പീഡ് വരുന്നത്. ഓക്കെ, അപ്പോൾ വാട്ടറാണ് അവിടുത്തെ ആൻസർ. ക്ലിയർ അല്ലേ? ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്: വിൽ ദ റേ ഓഫ് ലൈറ്റ് എൻറ്ററിങ് ഒബ്ലിക്ലി ഫ്രം ഗ്ലിസറിൻ ടു സൺഫ്ലവർ ഓയിൽ ഡീവിയേറ്റ്? അവിടെ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്, സൺഫ്ലവർ ഓയിലിൽ നിന്ന് ഗ്ലിസറിനിലേക്ക് ലൈറ്റ് റേ ഒബ്ലിക്ലി പതിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് അവിടെ ഡീവിയേഷൻ സംഭവിക്കുമെന്ന്. മക്കളെ ഈ ടേബിളിൽ തന്നെ നിങ്ങൾക്ക് നോക്കാം. നോക്കിയേ, ഗ്ലിസറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.47 എന്ന് അവർ കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.47 എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കിയേ, രണ്ട് മീഡിയത്തിൻ്റെയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് സെയിം ആണ്. അപ്പം അങ്ങനെ വരുമ്പോൾ എന്താ, അവിടെ ഡീവിയേഷൻ ഇല്ല അല്ലേ. കാരണം എന്താ, രണ്ട് മീഡിയത്തിൻ്റെയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് സെയിം ആണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മാറിയാലല്ലേ നമുക്ക് ഡീവിയേഷൻ വരുള്ളൂ. അപ്പോൾ അവിടെ ഡീവിയേഷൻ ഒന്നും ഇല്ല കേട്ടോ. നോ ഡീവിയേഷൻ എന്നാണ് അവിടുത്തെ ഉത്തരം വരുന്നത്. ഓക്കെ, റൈറ്റ്. ഇനി അടുത്തത് സി ക്വസ്റ്റ്യൻ ആണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് കുറച്ച് പടമൊക്കെ വരച്ച് കുറച്ച് ക്രിയാത്മകമായിട്ട് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താ പറഞ്ഞിരിക്കുന്നത്? ലൈറ്റ് റേ ഗ്ലാസ്സിൽ നിന്ന് ട്രാൻസ്മിറ്റ് ചെയ്യാണ് ടു ദ മീഡിയം ഗിവൺ ഇൻ ദാറ്റ് ടേബിൾ അല്ലേ. ആ തന്നിരിക്കുന്ന ടേബിളിലെ എല്ലാ മീഡിയത്തിലേക്കും ലൈറ്റ് റേ ട്രാവൽ ചെയ്യാണ്. മക്കളെ നോക്കിയേ, ലൈറ്റ് റേ ഗ്ലാസ്സിൽ നിന്നും, ഗ്ലാസ് എന്ന് പറയുന്ന മീഡിയത്തിൽ നിന്നും അവിടെ ആ ടേബിളിൽ തന്നിട്ടുള്ള എല്ലാ മീഡിയത്തിലേക്കും ലൈറ്റ് റേ ട്രാവൽ ചെയ്യാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുമ്പോൾ എന്താണ്, അവിടെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇസ് 30 ഡിഗ്രി. അവിടുത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 30 ഡിഗ്രി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. മക്കളെ നോക്കിയേ, ഇത് ഇൻസിഡൻറ്റ് റേ ആണ്, ഇത് നോർമൽ ആണ്. അപ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 30 ഡിഗ്രി ആണെന്നും അവർ കൊടുത്തിട്ടുണ്ട്. ക്ലിയർ? ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വിച്ച് മീഡിയം വിൽ ഹാവ് ലാർജസ്റ്റ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ? ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഏറ്റവും കൂടുതൽ വരുന്നത് ആ ടേബിളിൽ തന്നിട്ടുള്ള ഏത് മീഡിയത്തിനാണ്? തന്നിരിക്കുന്ന ടേബിളിൽ ഏത് മീഡിയത്തിലേക്ക് ലൈറ്റ് പോകുമ്പോഴാണ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 30 ഡിഗ്രിയിൽ കൂടുതൽ വരുന്നത്? ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 30 ഡിഗ്രിയിൽ കൂടുതൽ വരാമെന്ന് പറഞ്ഞാൽ ഏകദേശം എന്തേ ഈ ഒരു രീതിയിൽ പോകും ഇല്ലേ. 30 ഡിഗ്രിയിൽ കൂടുതലാവാം, അതായത് ലൈറ്റ് റേ
നോർമലിൽ നിന്ന് അകന്നു പോയി ഇല്ലേ? ലൈറ്റ് റേ നോർമലിൽ നിന്ന് അകന്നു പോവാണ് ചെയ്യുന്നത്. എപ്പോഴാണ് ലൈറ്റ് റേ നോർമലിൽ നിന്ന് അകന്നു പോകുന്നത്? ലൈറ്റ് റേ ഡെൻസർ മീഡിയത്തിൽ നിന്നും റയറർ മീഡിയത്തിലേക്ക് വരുമ്പോൾ ഇല്ലേ? അപ്പോൾ ഗ്ലാസിനേക്കാളും ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറഞ്ഞ മീഡിയം ഈ തന്നിരിക്കുന്ന ടേബിളിൽ ഏതാണ് എന്ന് നോക്കണം. അതിന് നമുക്ക് എന്തറിയണം? ഗ്ലാസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അറിയണം. ഗ്ലാസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.5 ആണ് അല്ലേ? അപ്പോൾ 1.5ൽ കുറവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആർക്കൊക്കെ വരുന്ന അവിടെ ഗ്ലിസറിന് 1.47 വരുന്നുണ്ട്. പിന്നെ എന്താ? സൺഫ്ലവർ ഓയിലിനും സെയിം 1.47 നമ്മൾ പറഞ്ഞു. ഇനി വാട്ടറിനാണ് അടുത്തത് വരുന്നത് ഇല്ലേ? വാട്ടറിന് 1.33 ആ വരുന്നത്. ഓക്കെ, അപ്പോൾ ഗ്ലിസറിൻ, സൺഫ്ലവർ ഓയിൽ, വാട്ടർ, ഈ തന്നിരിക്കുന്ന മൂന്നെണ്ണത്തിൽ ഏറ്റവും കുറവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആർക്കാ? വാട്ടറിന്. അപ്പോൾ വാട്ടർ ആണ് തന്നിരിക്കുന്നതിൽ ഏറ്റവും റയറർ മീഡിയം ഇല്ലേ? അപ്പോൾ വാട്ടറിലേക്ക് ലൈറ്റ് റേ പോകുമ്പോഴായിരിക്കും എന്താണ് അവിടെ ഏറ്റവും വലിയ ആർ ഉണ്ടാവുന്നത്. ഏറ്റവും വലിയ ആർ ഉണ്ടാവുന്നത് എപ്പോഴാണ്? ഗ്ലാസ്സിൽ നിന്ന് വാട്ടറിലേക്ക് ലൈറ്റ് റേ പോകുമ്പോൾ അല്ലേ? ഓക്കെ, കാരണം എന്താണ്? വാട്ടറിനാണ് ഗ്ലാസിനേക്കാളും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വളരെ കുറവുള്ളത് അവിടെ തന്നിട്ടുള്ളതിൽ. കേട്ടോ? അപ്പോൾ അതാണ് അവിടുത്തെ ആൻസർ വരുന്നത്. അപ്പോൾ ഇതും നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒബ്സർവ് ദ ഫിഗേഴ്സ്. ഓക്കെ, 3 ഫിഗറുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ പറയാമോ അതൊക്കെ ഏതൊക്കെ ഫിഗറുകളാണെന്ന്? നമ്മൾ ഓൾറെഡി പാർട്ട് 1ലും 2ലും ഒക്കെ ഇതൊക്കെ ഡിസ്കസ് ചെയ്തു. പാർട്ട് 3ലും ഡിസ്കസ് ചെയ്ത എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ട്. ഒന്നാമത്തത് കൊടുത്തിരിക്കുന്നത് അവിടെ എന്താണ്? നമ്മുടെ റിഫ്ലക്ടറിന്റെ പിക്ചറാണ് കൊടുത്തിരിക്കുന്നത്. രണ്ടാമത് ഗ്ലാസ് ലാബില് റിഫ്രാക്ഷന്റെ പടമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. മൂന്നാമത്തത് ഒരു പ്രിസമാണ് കൊടുത്തിരിക്കുന്നത് ഇല്ലേ? ഇനിയിപ്പോൾ ഇത് പടമൊക്കെ കൊടുത്തിട്ട് എന്ത് ചോദ്യമാണ് അവിടെ ചോദിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. വിച്ച് ഫിഗർ ഇൻഡിക്കേറ്റ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ? ഈ തന്നിരിക്കുന്ന ഏത് ഫിഗറിലാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ഉള്ളത്? ഫിഗർ 1. ദേ മക്കളെ നോക്കിയേ, ഈ പ്രിസത്തിലാണ് എന്ത് സംഭവിക്കുന്നത്? റിഫ്ലക്ടർ അല്ലെ? ഈ ഒരു റിഫ്ലക്ടറിന്റെ ആ ഒരു പ്രിസത്തിലാണ് എന്ത് സംഭവിക്കുന്നത്? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ സംഭവിക്കുന്നത്. ഇനി ബി ക്വസ്റ്റ്യൻ ആയിട്ട് അവിടെ ചോദിച്ചിരിക്കുന്നത് വിച്ച് ഫിഗർ ഇൻഡിക്കേറ്റ് റിഫ്രാക്ഷൻ? റിഫ്രാക്ഷൻ എവിടെയാണ് നടക്കുന്നത്? ഗ്ലാസ് ലാബിലെ റിഫ്രാക്ഷൻ ആണ് അല്ലേ? പിന്നെ അടുത്തത് ഈ കാണുന്ന പ്രിസത്തിലും റിഫ്രാക്ഷൻ ആണ്. ഓക്കെ, അപ്പോൾ അതിൽ രണ്ടിലും റിഫ്രാക്ഷൻ ആണ്. ഫസ്റ്റത്തെ റിഫ്ലക്ടറിന്റെ ആ ഒരു പടത്തിൽ ഫസ്റ്റ് ഫിഗറിൽ റിഫ്ലക്ഷനുമാണ് നടക്കുന്നത്, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. അപ്പോൾ അത് ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ, അപ്പൊ മക്കളെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ക്രിട്ടിക്കൽ ആംഗിൾ ഓഫ് ഗ്ലാസ് ഇസ് 42 ഡിഗ്രി. ക്വസ്റ്റ്യൻ അല്ല, ആൻസർ പറഞ്ഞിരിക്കുന്നത്. ഗ്ലാസിന്റെ ക്രിട്ടിക്കൽ ആംഗിൾ 42 ഡിഗ്രിയാണ്. ചൂസ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഫോർ വിച്ച് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ടേക്ക് പ്ലേസ്. ഇവിടെ 4 ആംഗിളുകൾ തന്നിട്ടുണ്ട്. ഇതിൽ ഏത് ആംഗിളിലായിരിക്കും ഗ്ലാസ്സിൽ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കുന്നത്? ഗ്ലാസിന്റെ കേസിൽ ഈ തന്നിരിക്കുന്ന ഏത് ആംഗിളിലാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കുന്നത്? നമുക്കറിയാം ക്രിട്ടിക്കൽ ആംഗിളിൽ കൂടുതൽ എപ്പോൾ വന്നാലും ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കും. അപ്പോൾ 42 ഡിഗ്രിയിൽ എപ്പോൾ വന്നാലും ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കും. 42 ഡിഗ്രിയിൽ കൂടുതൽ. 42 ഡിഗ്രിയിൽ കൂടുതൽ എവിടെയൊക്കെ വരുന്നുണ്ട് ഇതിനകത്ത്? ഒരേ ഒരു ഓപ്ഷൻ മാത്രം, 49 അല്ലേ? 49 എന്ന് പറയുന്ന ഒരു ഡിഗ്രി മാത്രമേ ഉള്ളൂ. അപ്പോൾ 49 ഡിഗ്രിയിൽ വന്നാൽ മാത്രമേ ഗ്ലാസ്സിൽ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കുകയുള്ളൂ. അപ്പോൾ അവിടെ ആൻസർ 49 ഡിഗ്രിയാണ്. ഓക്കെ, അടുത്ത ഒരു ക്വസ്റ്റ്യൻ അവിടെ ചോദിച്ചിരിക്കുന്നത് we can see many small prisms in reflectors used in motorcycles. മോട്ടോർസൈക്കിളിലെ റിഫ്ലക്ടേഴ്സിൽ കുറേ ചെറിയ ചെറിയ പ്രിസങ്ങൾ യൂസ് ചെയ്യുന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ യൂസ് ചെയ്യുന്നത്? നമ്മൾ ഓൾറെഡി പഠിച്ചത് റിഫ്ലക്ടറിന്റെ കേസ് ഇല്ലേ? എന്താ നമ്മളവിടെ പറഞ്ഞത്? റിഫ്ലക്ടേഴ്സിൽ ചെറിയ പ്രിസങ്ങൾ യൂസ് ചെയ്യുമ്പോൾ അവിടെ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ബ്രൈറ്റർ ഇമേജ് ഫോം ചെയ്യുന്നു, അതിന്റെ വിസിബിലിറ്റി കൂടുന്നു. ഓക്കെ, വിസിബിലിറ്റി കൂടിയാൽ അവിടെ എന്താണ്? അതായത് ആ സാധനം നമുക്ക് ഇരുട്ടത്തൊക്കെ കാണാനുള്ള എന്താണ് ആ ഒരു എബിലിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് അവിടെ സേഫ്റ്റി കൂടിയാണ് നമ്മൾ എൻഷുർ ചെയ്യുന്നത്. അപ്പോൾ അത് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ഒരു പാരഗ്രാഫ് ഒരു സെന്റൻസ് ആയിട്ട് എഴുതുന്ന രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതും ഓക്കെയാണ്. ഇനി അടുത്തത് മക്കളെ ദേ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്കറിയാവുന്ന ആൾക്കാരെ വെച്ചിട്ടുള്ള ഒരു ടേബിളാണ് കൊടുത്തിരിക്കുന്നത്. നേരത്തെ പോലെ ഗ്ലിസറിനും സൺഫ്ലവർ ഓയിലും ഒന്നുമില്ല. നമുക്കറിയാവുന്ന ആൾക്കാരാണ്. എയർ, വാട്ടർ, കെറോസിൻ, ടർപ്പൻറ്റൈൻ ഓയിൽ, ഗ്രൗണ്ട് ഗ്ലാസ്, ഡയമണ്ട്, ഇവരെയൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്
ചൂസ് ദ മീഡിയം ഇൻ വിച്ച് ലൈറ്റ് ഹാസ് ലീസ്റ്റ് സ്പീഡ്. ലൈറ്റിന് ലീസ്റ്റ് സ്പീഡ്, ഏറ്റവും കുറവ് സ്പീഡ് ഉള്ളത് ഈ തന്നിരിക്കുന്ന ഏത് മീഡിയത്തിലാണ്? എങ്ങനെ കണ്ടുപിടിക്കാം? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നിട്ടുണ്ടെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ലൈറ്റിന്റെ സ്പീഡും തമ്മിലുള്ള ബന്ധം എന്താ? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിയ മീഡിയത്തിലായിരിക്കും ലൈറ്റിന്റെ സ്പീഡ് ഏറ്റവും കുറവ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിയ മീഡിയം ഡയമണ്ട് ആണ്. അപ്പോൾ ഡയമണ്ടിൽ ലൈറ്റിന്റെ സ്പീഡ് കുറവായിരിക്കും. സോ ആൻസർ ഡയമണ്ട് ആണ് കേട്ടോ. ആൻസർ എന്താണ്? ഡയമണ്ട് ആണ്. ഓക്കെ, ഇനി ഒരു പ്രോബ്ലം ആണ്. ഇങ്ങനത്തെ പ്രോബ്ലം നിങ്ങൾക്ക് എന്തായാലും എക്സാമിന് പ്രതീക്ഷിക്കാം, എന്തായാലും ഉണ്ടാവും. ഓക്കെ, ഷുവർ ആണ്. ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എയർ ഇസ് 3 × 10⁸ meter per second. വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ കെറോസിൻ? കെറോസിനിലെ ലൈറ്റിന്റെ സ്പീഡ് എത്രയാണ്? ഇവിടെ ടേബിളിൽ നമുക്ക് ഓൾറെഡി കെറോസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നിട്ടുണ്ട് ഇല്ലേ? കെറോസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n = 1.44 എന്നവർ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? വി ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ കെറോസിൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. സി അവർ വാല്യൂ തന്നിട്ടുണ്ട്. സി എന്ന് പറഞ്ഞാൽ 3 × 10⁸ meter per second ആണെന്ന് അവരവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്ത് ചെയ്യാം? NCV റിലേറ്റ് ചെയ്യുന്ന വല്ല ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഉണ്ടല്ലോ. N = C/V അല്ലേ? N = C/V എന്ന് പറയുന്ന ഇക്വേഷൻ. ഇപ്പം ഇവിടെ എന്നും സിയും അറിയാം, വി ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഇക്വേഷൻ നമ്മൾ വിക്ക് വേണ്ടിയിട്ടൊന്ന് റീഅറേഞ്ച് ചെയ്യുമ്പോൾ V = C/N എന്നാണ് വരുന്നത് ഇല്ലേ? സിന്റെ വാല്യൂ 3 × 10⁸ ഡിവൈഡഡ് ബൈ 1.44 അല്ലേ? എത്ര കിട്ടും? നമ്മൾ ചെയ്യേണ്ടത് 3 ഡിവൈഡഡ് ബൈ 1.44 ചെയ്യാം കേട്ടോ. 3 ഡിവൈഡഡ് ബൈ 1.44 ചെയ്യാം, അതായത് 2.08 എന്ന് കിട്ടും. ബാക്കി ആ × 10⁸ അവിടെ അങ്ങനെ വെറുതെ അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി, മീറ്റർ പെർ സെക്കൻഡ്. അത്രയും ആയിരിക്കും അവിടെ എന്ത് വരുന്നത്? ലൈറ്റ് സ്പീഡ് വരുന്നത്. ഓക്കെ, കെറോസിനിലൂടെ ഉള്ള ലൈറ്റിന്റെ സ്പീഡാണ് കേട്ടോ. ഓക്കെ, അത് ഓക്കെ. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ അവിടെ ചോദിച്ചിരിക്കുന്നത്, the ray of light enters obliquely from air to diamond. ഇവിടെ എയറിൽ നിന്ന് ഡയമണ്ടിലേക്കാണ് ലൈറ്റ് എൻ്റർ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ റിഫ്രാക്റ്റഡ് റേ ബെൻഡ് ടുവേഴ്സ് നോർമൽ ആണോ, ബെൻഡ് അവേ ഫ്രം ദ നോർമൽ ആണോ? ലംബത്തിലേക്ക് അടുക്കുവോ അല്ലെങ്കിൽ ലംബത്തിൽ നിന്ന് അകന്നു പോകുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താ അവിടെ സംഭവിക്കുന്നത്? മക്കളെ നോക്കിയേ, എയറിൽ നിന്ന് ഡയമണ്ടിലേക്കാണ് പോകുന്നത്. എയറിൽ നിന്ന് ഡയമണ്ടിലേക്കാണ് പോകുന്നത്. എയർ ഒരു റെയറർ മീഡിയം, ഡയമണ്ട് ഒരു ഡെൻസർ മീഡിയം. അപ്പോൾ എന്ത് സംഭവിക്കും? ബെൻഡ് ടുവേഴ്സ് ദ നോർമൽ അല്ലേ? ബെൻഡ് ടുവേഴ്സ് ദ നോർമൽ ആണ്. ഓക്കെ, അടുത്തത് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എത്തനോൾ ഇസ് ലെസ്സർ ദാൻ ഇൻ മെത്തനോൾ. എന്താ പറഞ്ഞിരിക്കുന്നത്? എത്തനോൾ ഉണ്ട്, മെത്തനോൾ ഉണ്ട്. എത്തനോൾ ഉണ്ട്, മെത്തനോൾ ഉണ്ട്. ലൈറ്റിന്റെ സ്പീഡ് എത്തനോളിൽ കുറവാണ്, മെത്തനോളിൽ കൂടുതലാണ്. നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് ഇവിടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവുള്ള മീഡിയം ഏതാണ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവുള്ള മീഡിയം ഏതാണ്? ഓക്കെ, അപ്പം എന്താ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറയണമെങ്കിൽ എന്തായിരിക്കണം? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവാണെങ്കിൽ ലൈറ്റിന്റെ സ്പീഡ് ആ മീഡിയത്തിൽ കൂടുതലായിരിക്കണം ഇല്ലേ? അപ്പോൾ ലൈറ്റിന്റെ സ്പീഡ് കൂടുതലുള്ളത് മെത്തനോളിനാണ്. അപ്പോൾ മെത്തനോളിനായിരിക്കും ലോവർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉണ്ടാവുക. ഈ ഒരു റിലേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും എന്തായാലും എക്സാമിന് ചോദിക്കാൻ പോകുന്നത്. അപ്പോൾ മക്കളെ, ഇതോടുകൂടി നമ്മുടെ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ തീർത്തിരിക്കുകയാണ്. ഈ 3 പാർട്ടിലൂടെയും നമ്മൾ ഈ ഫസ്റ്റ് ചാപ്റ്ററിന്റെ ഫുൾ കോൺസെപ്റ്റുകളും ഡിസ്കസ് ചെയ്തു, കൂടാതെ ലെറ്റർ സിസ്റ്റംസും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് ഗുരുകുലത്തിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.